ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടോ ഒരു താറാവ് പോന്നേ, അതുകൊണ്ട് ഒരു വലിയ പാലം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പം ഇവിടെ ഒരു കുഞ്ഞ് അരുവി കാണാൻ വന്നതാണ്. അരുവി കാണാൻ വന്നപ്പോഴാണ് കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകൾ കേട്ടോ. താറാവ് നീന്തി കളിക്കുന്നു. ഇത് നല്ല രസമല്ലേ ഈ ചെടി കാണാൻ, അടിപൊളിയല്ലേ. ഒരു എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സൂര്യകാന്തിയുടെയൊക്കെയുള്ള ഒരു ഷേപ്പ്, സൂര്യകാന്തിയുടെയൊക്കെ ഒരു ഷേപ്പുണ്ട്. ഇത് ഫുള്ള് ഇതുവഴി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തപ്പി വന്നത് ഇത് ഈ അരുവിയാണ് കേട്ടോ. ഇതൊരു കൊച്ചരുവിയൊന്നുമല്ല, ഇതൊരു വലിയൊരു ആറാണ്. അപ്പം ഇതിനൊരു കുറച്ച് പ്രത്യേകതയുണ്ട്. നമുക്ക് നേരെ ഇതാ ആ പാലത്തിൻ്റെ മേളിൽ പോകാം. അത് പാലമാണോ ഒരു ചെക്ക് ഡാമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്നാൽ രണ്ടും കൂടെ കൂടിയ ഒരു സെറ്റപ്പ്. ഞാനങ്ങനെ അതിൻ്റെ ഒരു സൈഡിൽ നിന്നൊരു വ്യൂ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. സൈഡിൽ നിന്ന് കണ്ടപ്പം നല്ല രസമല്ലേ കണ്ടോ. ഒരു ഡാം പോലെ തന്നെയല്ലേ. ചെക്ക് ഡാമാണ്, വേറൊന്നുമല്ല. അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ കണ്ടോ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത്. അതായത് ഇങ്ങനെ ഒഴുകി ഇതാ അങ്ങോട്ടങ്ങ് പോവാണ്. അങ്ങ് വരെ പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിറഞ്ഞ് കവിയുന്ന വെള്ളം നേരെ അത് ആ ആറ്റിലോട്ട് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ കൊള്ളാം. നമുക്കിനി ആ പാലത്തിൻ്റെ മേളിൽ കയറാൻ നോക്കാം. അതുവഴി അങ്ങനെ പോകാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വന്നത് അതുവഴി തന്നെയാണ്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോകാം. അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊരു ബോർഡ് കണ്ടു. ആ ബോർഡ് കണ്ടപ്പം അത് കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. സംഭവം ഒരു വെറൈറ്റി സാധനമാണ്. ഇതുണ്ടോ, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാവേ. ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇതുവരെ 91+, അതായത് അസ്ഥി കൂടെ അവിടെ കാണുന്നുണ്ട്. ഇവൾ പെരുന്തേനരുവി, കാണാൻ സുന്ദരിയാണ്, പക്ഷേ ഉള്ളിൽ സംഹാര രൂപിണിയാണ്. ഒന്നോർക്കുക, ഇവളുടെ നീരാളി വലയത്തിൽ പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാ വർഷവും നിരവധി ജീവനുകളാണ് ഇവൾ കവർന്നെടുക്കുന്നത്. അടുത്തത് നിങ്ങൾ ആകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നെടുക്കുന്ന സെൽഫി നാളത്തെ പത്രങ്ങളുടെ ചരമകോളത്തിൽ വരാതിരിക്കട്ടെ. KSCBയുടെ ഒരു എന്തായാലും പറയുന്നത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ബോർഡാണ്. സംഭവം കൊള്ളാം. അതായത് അത് വായിച്ചിട്ട് ആരും പിന്നെ ഇതിലോട്ട് ഇറങ്ങത്തില്ല. അപ്പം അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ സംഭവം കൊള്ളാം. നല്ലൊരു എന്തായാലും പറയുന്നത് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ പക്ക. അപ്പം നമ്മൾ ഇതൊരു പാലം പോലെയാണ് എന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ പാലം പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. പക്ഷേങ്കിൽ ചെക്ക് ഡാമാണ്, അത് വേറെ കാര്യം. അപ്പം ഇതാണ് ആ പാലം കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചില്ല. ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പെരുന്തേനരുവി വൈദ്യുതി നിലയം അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. അങ്ങനെ പെരുന്തേനരുവി ചെക്ക് ഡാമിൻ്റെ മേളിലൂടെ അല്ലെങ്കിൽ ആ ഒരു പാലത്തിൻ്റെ മേളിലൂടെ ഇതിലേതാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം പെരുന്തേനരുവി വരിക. ഈ സമയത്തൊക്കെ വന്നാൽ കാണാൻ പറ്റുന്ന നൈസ് വ്യൂ ഉണ്ട്. അത് ഞാൻ തുടക്കം തൊട്ട് പറയുന്നു, അടിപൊളിയാണെന്നുള്ളത്. ആ അടിപൊളി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. നോക്കിയേ, എന്ത് രസമാണ് നോക്കിയേ. ആ നൈസല്ലേ. അപ്പം ഇവൾ അതിഭയങ്കരിയാണ്, ഇറങ്ങാൻ ശ്രമിക്കരുത് കണ്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഡാർക്ക്, നമ്മളെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വിഷ്വലാണ്. അതായത് എന്താ പറയുന്നത്, ചെറിയൊരു ഭീതിയൊക്കെ തരുന്ന പോലത്തെ ഒരു വിഷ്വലാണ്. ഇതിപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇതോ അതുവഴി എല്ലാം കയറി ഒഴുകും കേട്ടോ. അപ്പം മഴ അങ്ങോട്ട് പെയ്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം ഇത് ഡാർക്കാണ്. ഇനി നമുക്കൊരു അടിപൊളി ഒരു വ്യൂ കാണാം. അത് നല്ല ഒരു ഡാർക്ക് ഫീലാണെങ്കിൽ ഇതുണ്ടോ, ഇതെങ്ങനെയുണ്ട്? ഇത് നല്ലൊരു ബ്യൂട്ടി അല്ലേ. പച്ചപ്പും ഹരിതാപവും
സൂപ്പറല്ലേ? അതായത് ഇവിടെയാണ് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നത് ശരിക്കും കേട്ടോ. നൈസല്ലേ? അവിടെയാണ് നമ്മൾ താറാവിനെ കണ്ടത്. ആദ്യമേ പോയത് അവിടെയാണ്. അപ്പം അവിടെ നിന്നുള്ള കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇതിലും അടിപൊളി ഡാർക്കാണോ അതോ ഇതാണോ എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡാർക്കിലോട്ട് പോവാം. എൻ്റെ പൊന്നോ, പെരുന്തേനരുവി. ഇതാണ് പെരുന്തേനരുവി. ഇത് കാണാൻ സുന്ദരിയാണ്, പക്ഷേങ്കിൽ ഭയങ്കരമായൊരു ഡേഞ്ചർ ഏരിയ ആണ് കേട്ടോ. അപ്പം ആരും ഇതിലേക്ക് ഇറങ്ങാനൊന്നും ശ്രമിക്കരുത്. നോക്കിയേ, ഇതിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ, അതായത് ഞാൻ പറയാം, അതായത് അവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടോ, നമ്മൾ ഒരു വീപ്പയില്ലേ, ടാർ വീപ്പ, ആ വീപ്പ എന്ന് പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരാൾ ഇറങ്ങിപ്പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒത്തിരി കുഴികൾ ഇതിൻ്റെ അകത്തുണ്ട്. വെള്ളം വന്ന് വർഷങ്ങൾ കൊണ്ട് വെള്ളം ഒഴുകി ഒരു പ്രത്യേക രീതിയിലൊരു ഹോള് പോലെ ഉള്ളിലോട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അതിന് പറയുന്നതിന് ചുഴി പോലെ ഉണ്ട്. അപ്പം ഇതിനകത്ത് പെട്ടുപോയാൽ പിന്നെ നമുക്ക് കയറി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒത്തിരി ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ബോഡി തന്നെ കണ്ടില്ലേ, 91+, ഇത്രയും പേര് മരിച്ചവരാണ്. അപ്പോൾ അറിയാതെ വന്ന് ഇവിടെ ഒരിക്കലും ഒന്നും ചാടാനോ ഇറങ്ങാനോ ഒന്നും ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപകടം വരുത്തി വെക്കും. അപ്പോൾ ഡാർക്കിൽ നിന്ന് നമുക്ക് വീണ്ടും ആ ഒരു എന്ത് രസം നോക്കിയേ, നൈസല്ലേ? അപ്പം എന്താണേലും ഈ ഡാർക്ക് തന്നെയാണ് പൊളി, പറയാതെ വയ്യ. ആണോ, ആ ഒരു ഡാമിൻ്റെ ഒരു സെറ്റപ്പാണ് ആണോ. അപ്പം ഒരു കാരണവശാലും ഇങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിക്കരുത്, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. സത്യത്തിലേ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുവഴി. ഓപ്പോസിറ്റ് ഒരു ബൈക്കോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ഇതുപോലെ തന്നെ ഒരു കാറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പണി പാളി. അതുകൊണ്ട് ഒരു വണ്ടിക്ക് മാത്രം ഇത് യാത്ര ചെയ്യാം. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട് കേട്ടോ. അവന് മനസ്സിലായി തിരിച്ച് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു വണ്ടിക്ക്, അതായത് കുറച്ച് നോക്കിയും കണ്ട് ഓടിച്ചില്ലെങ്കിൽ കാറിൻ്റെ സൈഡ് പോകും. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു കടമ്പ കഴിഞ്ഞിരിക്കുന്നു ഗെയ്സ്.